ഹലോ ലോയിറ്റ്, ഗുഡൻ ടാഗ്. നോമിനേറ്റീവ്, അക്വസാറ്റീവ്, ഡാറ്റീവ്, ഗനറ്റീവ്, ഈ 4 സെന്റൻസ് സ്ട്രക്ചറാണ് ജർമ്മൻ ലാംഗ്വേജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സോ നിങ്ങൾ നോമിനേറ്റീവ്, അക്വസാറ്റീവ്, ഡാറ്റീവ്, ഗനറ്റീവ് എന്നീ സെന്റൻസ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഒരു 40 സെന്റൻസുകൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കും. ഈ 40 സെന്റൻസുകളിൽ 10 നോമിനേറ്റീവ് സെന്റൻസസും 10 അക്വസാറ്റീവ് സെന്റൻസസും 10 ഡാറ്റീവ് സെന്റൻസസും 10 ഗനറ്റീവ് സെന്റൻസും ഉണ്ടാവും. ഇതെല്ലാം ഷഫിൾഡ് ആയിരിക്കും. സോ നിങ്ങൾക്കത് ഫസ്റ്റ് ലുക്കിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓരോ സെന്റൻസസിനും 4 സെക്കൻഡ്സ് വെച്ച് സമയം തരും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ ഈ ഗ്രാമർ ടോപ്പിക് എത്രത്തോളം മനസ്സിലാക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കിട്ടിയ മാർക്സ് എത്രയാണോ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ തുടർന്ന് നമുക്ക് ഈ 4 സെന്റൻസ് സ്ട്രക്ചറുകൾ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നൊരു എപ്പിസോഡ് ഇറക്കാം ഉടൻ തന്നെ. നമ്മൾ ഇതിനോടകം ഈ സെന്റൻസ് സ്ട്രക്ചറിൻ്റെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ഉടനെ ഒരു വീഡിയോ ഇട്ട് വരുന്നതാണ്. അപ്പോൾ ചൂസ്.